നമസ്കാരം. നമ്മൾ ലാസ്റ്റ് എണ്ണ തലയിലിടുന്നതിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്ത സമയത്ത് എണ്ണകളുടെ പേരൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒരു ഓവർവ്യൂ തരാൻ മാത്രമാണ് ചെയ്തത്. അപ്പൊ ഈ വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നത് അത്തരത്തിലൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു എണ്ണകളെ കുറിച്ച് പറയാമെന്നുള്ളതാണ്. നമുക്ക് ഏറ്റവും ഫസ്റ്റ് പ്രിഫറൻസ് ഞാൻ കൊടുക്കാറുള്ളത് പലപ്പോഴും വെർജിൻ കോക്കനട്ട് ഓയിലാണ്. അത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കോൾ പ്രസ്ഡ് ആയിട്ടുള്ള വെർജിൻ കോക്കനട്ട് ഓയിൽ. ഈ മെഡിക്കേറ്റഡ് ഓയിൽ ഫാർമസി സെക്ഷനിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും ഫെമിലർ ആയിട്ടുള്ള ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് എണ്ണകളാണ് നീലി ഭൃങ്ങാതി, ചെമ്പരത്തിയാതി, കയ്യൂന്നരി തുടങ്ങിയ എണ്ണകളൊക്കെ. പക്ഷെ ഇത് എല്ലാവർക്കും സ്യൂട്ട് ആവുന്ന ഒന്നല്ല. പ്രത്യേകിച്ചും നീരിറക്കം വരുന്ന ആൾക്കാർ, സൈനസൈറ്റിക് ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ള ആൾക്കാർ, ഇങ്ങനെയുള്ള ആളുകൾക്കൊന്നും ഇത്തരം എണ്ണകൾ ആപ്റ്റ് ആയിട്ടല്ല. അങ്ങനെയുള്ള കണ്ടീഷൻസിൽ കുറച്ചും നല്ലത് നിർഗുണ്ഡ്യാദി, അസനേലാദി പോലുള്ള എണ്ണകളാണ്. ഇനി അതല്ല 30-ന് മുൻപുള്ള അകാലനിര പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി നന്നാവുക നമ്മുടെ പ്രപൗണ്ടരികാതി തൈലം എന്നുള്ള ഒരു തൈലമുണ്ട്. അതായിരിക്കും അവർക്ക് കുറച്ചുകൂടി ആപ്റ്റ് ആയിട്ടുള്ളത്. ഇനി ഡാൻഡ്രഫ് പോലുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ട് എങ്കിൽ അവിടെ ദുർധരപത്രാതി എണ്ണ, ദുർവാദി കേരം, ബൃഹദ് ദന്തപാല അല്ലെങ്കിൽ ദന്തപാല എണ്ണ, ഇതൊക്കെയാണ് കുറച്ചുകൂടെ ആപ്റ്റ് ആയിട്ടുള്ള എണ്ണകൾ ഉണ്ടാവുക. ഇനി കുറച്ചുകൂടെ സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ലാക്ഷാദി കേരം ഒരു നല്ലൊരു ഓപ്ഷനാണ്. പ്രത്യേകിച്ച് കുട്ടികളിൽ അതൊരു നല്ല ഓപ്ഷനായിട്ട് വർക്ക് ചെയ്യാറുണ്ട്. ഇനി ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ എക്സ്റ്റേണലി സ്കാൽപ്പിന് കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ തെറാപ്പി ഈ ഒരു രീതിയിൽ മാത്രമേ പെടുത്താൻ വേണ്ടി പറ്റാറുള്ളൂ. ഞാൻ മുൻപുള്ള വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് വീഡിയോസിൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞ കാര്യമാണ്, നമ്മുടെ ജീനിലുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് എക്സ്പ്രസ് ചെയ്യുള്ളൂ. നമ്മുടെ മുടിയുടെ ലെങ്ത് എത്ര വേണം, വോളിയം എത്ര വേണം, കളർ എന്തായിരിക്കണം, ടെക്സ്ചർ എന്തായിരിക്കണം, ഇതൊക്കെ ടോട്ടലി നമ്മുടെ ജീൻ കോഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആൻഡ് ഓൾസോ നമ്മുടെ നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള ഹെൽത്ത്, ഹോൾ ഹെൽത്തിനും കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അതേപോലെ ഉള്ളിലേക്ക് എന്താണോ എടുക്കുന്നത് അതാണ് നമ്മുടെ തൊലിയിലും അതേപോലെ മുടിയിലും റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ സപ്ലിമെന്റേഷൻ നമ്മളെ ജീൻ കറക്റ്റ് ആയിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ സപ്ലിമെന്റേഷൻസ് എല്ലാം കൃത്യമായിട്ട് ഉള്ളോട്ട് എടുക്കുകയും ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഈ പറയുന്ന പോലെ ഹെയർ ഗ്രോത്തും കാര്യങ്ങളൊക്കെ പ്രോപ്പറായി നടക്കുകയുള്ളൂ. ഈ എണ്ണകളുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് സ്കാൽപ്പ് ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഇത്രയൊക്കെ ഒന്ന് മനസ്സിൽ വെക്കുക. എണ്ണ ഉപയോഗിക്കുന്ന സമയത്തും എണ്ണ സെലക്ട് ചെയ്യുന്ന സമയത്തും ഇത്തരം കാര്യങ്ങൾ കൺസിഡർ ചെയ്യുക. ഒരാൾക്ക് വർക്ക് ചെയ്ത എണ്ണ മറ്റൊരാൾക്ക് വർക്ക് ചെയ്യണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇത് ഈ വ്യത്യാസങ്ങൾ കൊണ്ടാണെന്ന് മനസ്സിലാക്കുക. ഈ വീഡിയോ കൊണ്ട് ഉപകാരം ഉണ്ടായി എന്ന് വിശ്വസിക്കുകയാണ്. സോ ഇതിന്റെ ഡീറ്റെയിൽഡ് എണ്ണ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള വീഡിയോ ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. സോ ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. ഇന്നത്തേക്ക് ഇത്രയുമാണ്. നന്ദി, നമസ്കാരം.